പണ്ടൊക്കെ ബഡ്ജറ്റിംഗ് എങ്ങനെയായിരുന്നു? എല്ലാം നിങ്ങളുടെ കൈപ്പിടിയിലായിരുന്നില്ല അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴും ബഡ്ജറ്റ് ഇട്ടൊക്കെ പോവും. 8 ഇട്ടാൽ 12 ആവും, 14 ആവും. അതിൽ 8 എന്ന് പറഞ്ഞാൽ 8 ലക്ഷമല്ല, 8 കോടിയാണ്. അന്ന് ലക്ഷങ്ങളുടെ കണക്കായിരുന്നു. അന്നും ലക്ഷത്തിന് വിലയുണ്ടായിരുന്നു. ഇന്ന് കോടികളാണ്. ഒരാൾക്ക് 1 കോടി രൂപ നഷ്ടപ്പെട്ടാൽ നിൽക്കാൻ ഒക്കില്ല, അറിയോ? എത്രയോ പേര് കഷ്ടപ്പെട്ട് വീട് വിൽക്കുന്നു, തൂങ്ങിച്ചാവാൻ പോകുന്നു, എന്തെല്ലാം കഷ്ടപ്പാടെന്ന് ഞാൻ പല സ്ഥലത്ത് പറഞ്ഞാണ്. പിന്നെ അത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് അവരൊക്കെ ചിന്തിക്കണം. ഞാൻ അവരെ ആരും ചീത്ത പറയാൻ, ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അതിൻ്റെ അകത്തുള്ള അപ്പുറത്ത് നിൽക്കുന്ന മിക്കവാറും എല്ലാവരും സുഹൃത്തുക്കളാണ്. നമ്മൾ കണ്ടു വളർന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരൊക്കെ ആലോചിക്കണം. ഞാൻ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ കോടികളിലേക്ക് എത്തുന്നത് ഈ 2005-ലോ 10-ലോ ഒക്കെ ആകുമ്പോഴാണ് അവർ കോടികളിലേക്ക് വരുന്നത്. ഇപ്പം എന്ന് പറയുന്നത് 2 പടം കഴിഞ്ഞാൽ നേരെ വരികയാണ് മുകളിലോട്ട്. അവരൊക്കെ 35 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ ഇത്രയും പൈസ വാങ്ങിക്കാൻ തുടങ്ങിയത്. ഇപ്പം ഈ 2ാം കടയിലുള്ള താരങ്ങൾ വരെ 30-40 ലക്ഷം രൂപ വാങ്ങിക്കുക. ഏത് സഹ നടന്മാർ. പക്ഷേ ചില ആൾക്കാരുണ്ട്, ഇപ്പം ഞാൻ പറയാം, ചില ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ ചില ഒരു പർട്ടിക്കുലർ ഇതിൽ നിന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകും. എത്ര പൈസ വെക്കത്തുള്ളവർ. അപ്പോൾ അവരെ വെച്ച് പടം എടുക്കുന്ന പ്രൊഡ്യൂസറും നട്ടമില്ല, നട്ടം വന്നാലും ഇത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഉള്ള ഒരു ഗസ്റ്റർ വേണ്ടേ ആൾക്കാർക്ക്? അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ? ഞാൻ കാശ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, ഇൻഡസ്ട്രിയോട് എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ? ഇപ്പം ഇത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത വരുമ്പോഴാണല്ലോ അത് വരുന്നത്. ഞാൻ മാത്രം എന്നുള്ള ചിന്ത വരുമ്പോഴാണല്ലോ ഇങ്ങനെ വരുന്നത്. അത് മാറ്റിയെടുക്കണം എല്ലാവരും. ഇത് നമ്മുടേതാണ് ഇൻഡസ്ട്രി എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും വരണം. എല്ലാവരും ഉണ്ട്. നമ്മളെ കൊണ്ട് നമ്മൾ മാത്രമല്ല ജീവിക്കേണ്ടത്, നമ്മുടെ ചുറ്റിനുള്ള ഇഷ്ടംപോലെ ടെക്നീഷ്യൻസ് ഉണ്ട്, പാവപ്പെട്ടവരുണ്ട്, അവരൊക്കെ ജീവിക്കണ്ടേ? അവന് നമ്മൾ വലിയ ഇതൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക്, മണിമാളികയും കാറുകളും ഒക്കെ വാങ്ങിക്കുമ്പോൾ ആ പാവപ്പെട്ടവനൊരു സ്കൂട്ടറെങ്കിലും വാങ്ങിച്ച് ഓടിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവണ്ടേ? അപ്പോൾ എല്ലാവരും ചിന്തിച്ചാൽ പടം അവർ കാശ് കുറച്ചാൽ കൂടുതൽ പടങ്ങളുണ്ടാവും. ആ പടങ്ങൾക്ക് ലാഭത്തിലോടും. ലാഭത്തിൽ പൊക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ പടങ്ങളുണ്ടാവും, കൂടുതൽ ടെക്നീഷ്യൻസിനുള്ള വർക്ക് കിട്ടും. അതൊക്കെ എല്ലാവരും ആലോചിക്കണം. ഈ ജൂൺ 1 സമരം എന്ന് പറയുന്നത് അത് ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന നിലയിലല്ലേ താങ്കൾ പറഞ്ഞല്ലേ? ലാസ്റ്റ് റിസോർട്ടാണ് നമ്മൾ സമരം എന്ന് പറയുന്നത്. അത് അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ എപ്പോഴും അങ്ങനെയല്ലേ വരും. ഞങ്ങൾ ആ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് പടങ്ങളൊക്കെ തീർക്കണം. ഈവൻ നമ്മൾ ആ ഡേറ്റ് വെച്ച് പല വിഷുവിന് പടങ്ങൾ റിലീസ് വെച്ചിട്ടുണ്ട്. അതൊക്കെ റിലീസ് ചെയ്ത് പോട്ടെന്ന്, ഇൻക്ലൂഡിങ് ഈ എമ്പുരാൻ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് വെച്ചത്. ആ റിലീസ് ചെയ്ത് പോട്ടെന്നും പറഞ്ഞു. അല്ലെങ്കിൽ അവർ തിയേറ്ററുകാരുടെ ആവശ്യം ഏപ്രിൽ 1 മുതൽ ചെയ്യാമെന്നുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഏപ്രിൽ 1 മുതൽ ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങുന്നു. ഗവൺമെൻറ്റിന് ആയിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏപ്രിൽ 1 വെക്കാം. ഇപ്പോൾ വിഷു പടങ്ങളൊക്കെ വരുന്നു, അത് റിലീസ് ചെയ്ത് പോട്ടെന്നുള്ളതായിരുന്നു നമ്മൾ ധാരണ. നമ്മൾ അതിനൊന്നും എതിരല്ല. ഇവരൊക്കെ വിചാരിക്കുന്ന എന്തോ ഇവരുടെ പടത്തിനൊക്കെ എതിരാണ്. നമ്മൾ ആരുടെ പടത്തിനും എതിരല്ല. ഇവരുടെ ഒറ്റ കാര്യമേ നമ്മൾ പറയുന്നുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ റെമ്യൂണറേഷൻ കുറച്ച് കൊണ്ടുവരണം. ബിസിനസ് അനുസരിച്ച് റെമ്യൂണറേഷൻ നിങ്ങൾ എടുക്കുക. പടം മോശമായാലും ശരി, ആ പ്രൊഡ്യൂസറിന് വേറൊരു സിനിമ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ അയാളെ എങ്ങനെയാണ് സപ്പോർട്ട്, അല്ലെങ്കിൽ അവരത് ലോസ് അനുസരിച്ച് എന്തെങ്കിലും ചെയ്യും. അതല്ലേ വേണ്ടത്. അത് പറയുന്നതിൽ എന്താണ് തെറ്റ്? അതിനെന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഈ ആക്രമണമൊക്കെ നേരിടാനുള്ള ശേഷിയൊക്കെ കണ്ടാണ് വളർന്നത്. എന്ന് വെച്ചാൽ ഇതിൽ പലരും അഭിനയിച്ച് വരുന്നതിന് മുമ്പേ ഞാൻ സിനിമ എടുക്കാൻ, അഭിനയിച്ച് വരുന്ന ജനിക്കുന്നതിന് മുമ്പ് സിനിമ എടുത്ത് തുടങ്ങിയതാണ്. അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു വിഷയമല്ല.